ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അംബിക എന്ത് ചെയ്താലും അംബികയുടെ കൂടെ ഈ അനന്തം പിള്ള ഉണ്ടാകും, ഉറപ്പ്. അല്ലെങ്കിലും ഇനി അങ്ങോട്ടുള്ള നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഒരുമിച്ചല്ലേ ചെയ്യുന്നേ? യെസ്. ശത്രു സംഹാരം വളരെ എളുപ്പമാവും. മനസ്സിലായി അമ്മേ. ആ എന്നാ ദക്ഷിണ വെച്ചോളൂ. ഏതായാലും ആശ്വാസകരമായ ന്യൂസുകളാ കേൾക്കുന്നെ. മോളോട് പ്രതാപേട്ടനുള്ള സ്നേഹം ഓരോ ദിവസം ചെല്ലുന്തോറും കൂടി വരിക. സന്തോഷമായി. പക്ഷെ അമ്മയോട് അച്ഛനുള്ള ദേഷ്യം പെട്ടെന്നൊന്നും മാറുന്ന ലക്ഷണമില്ല. അതാ എന്റെ ടെൻഷൻ. അമ്മയോട് ഒരു കാര്യം മിണ്ടിപ്പോരുതെന്ന അച്ഛൻ പറയുന്നു. മോളെ, ഇതൊക്കെ കേട്ട് നിനക്ക് നിന്റെ അച്ഛനോട് ഒരു വെറുപ്പും തോന്നരുത്. ഇതൊന്നും പാവം പ്രതാപേട്ടന്റെ കുഴപ്പമല്ല. അതങ്ങനെയാ. അത്ര മോശമായിട്ടല്ലേ ആ അംബിക എന്നെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതും പറഞ്ഞു പരത്തുന്നതും. ആരെന്തൊക്കെ പറഞ്ഞു പരത്തിയാലും അവരവർക്കൊരു കോമൺ സെൻസ് വേണ്ടേ അമ്മേ? ഇത്ര നാളായിട്ടും അച്ഛൻ ഈ അംബിക അമ്മായിയെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അച്ഛൻ എത്ര വിഡ്ഢിയാ. ചിലരങ്ങനെയാ മോളെ. ഒരുതരം വല്ലാത്ത കൂടപ്പിറപ്പ് സ്നേഹോ. നിന്റെ അച്ഛൻ അത്തരത്തിലുള്ള ഒരാളാ. അതൊരു മോശം സ്വഭാവമാണെന്ന് പറയാൻ പറ്റൂ. എന്നാലും സ്വന്തം ഭാര്യയെ ഈ മാറ്റർ നമ്മൾ പലവട്ടം ഡിസ്കസ് ചെയ്തല്ലേ. ഇനി അത് വിട്ടുകള. പറയുന്ന നിനക്കും കേൾക്കുന്ന എനിക്കും ഒരുപോലെ അസ്വസ്ഥതയാ. എന്തായാലും എന്റെ പ്രാർത്ഥനകൾക്ക് ദൈവം ഉത്തരം നൽകി തുടങ്ങി. പ്രതാപേട്ടനും നീയും തമ്മിലുള്ള പിണക്കത്തിന്റെ മഞ്ഞൊരുക്കി തുടങ്ങിയല്ലോ. എനിക്കത് മതി. എന്റെ മകളെ പ്രതാപേട്ടൻ അകറ്റി നിർത്തരുത്. നിന്നെ മനസ്സുകൊണ്ട് അദ്ദേഹം ചേർത്ത് പിടിക്കണം. അച്ഛനും മകളും സ്നേഹത്തോടെ ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടി ഈ നാട് വിട്ടു പോകാനും ഞാൻ തയ്യാറാ. അമ്മ എനിക്ക് എന്റെ അച്ഛനും വേണം, അമ്മയും വേണം. എന്റെ ഇടവും വലവും രണ്ടുപേരും ഒരുമിച്ചുണ്ടാവണം. എന്തിനാ മോളെ നീ ഇങ്ങനെ കരയുന്നേ? അങ്ങനെ ഒരു കാലം ഒരിക്കലും ഉണ്ടാവില്ല. അങ്ങനെ ഒരു കാലം ഉണ്ടാവും. ഇല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കുമേ. എനിക്ക് പ്രതീക്ഷയുണ്ടമ്മേ. അമ്മ വിശ്വസിച്ചോ? മോളെ, നല്ലവരിൽ നല്ലവര് എന്റെ അമ്മയച്ഛനും. നിങ്ങളെ ഒരുമിച്ച് ചേർത്തില്ലെങ്കിൽ ദൈവത്തിന് പിന്നെ എന്ത് നീതിയുള്ള? സർ, ഒരു സ്ത്രീ കാണാൻ വന്നിട്ടുണ്ട്. സ്ത്രീയോ? അതെ സർ, മറ്റാരുമല്ല, ആ പ്രതാപവർമ്മയുടെ ചേച്ചിയാ, അംബിക വർമ്മ. അവളാണോ? എടോ, അവളിപ്പൊ നമ്മുടെ ആളാ. അന്വേഷിച്ചു വന്നാൽ തടഞ്ഞൊന്നും വെക്കണ്ട. എന്റെ മുന്നിലേക്ക് പറഞ്ഞു വിട്ടേക്ക്. പോയി വിളിച്ചോണ്ട് വാ. ശരി സർ. നമസ്കാരം അനന്തേട്ടാ. നമസ്കാരം അമ്പിയെ. ഇവിടെ ഇരിക്കൂ. ഞാൻ വിവരങ്ങളൊക്കെ അറിഞ്ഞു അനന്തേട്ടാ. ഓ, അറിഞ്ഞു അല്ലേ? എല്ലാം അറിഞ്ഞു. ആംഗ്ലയുമായിട്ട് ഒന്ന് ഉടക്കാൻ വന്നതാ ഞാൻ. പക്ഷേ അയാൾ ബുദ്ധിപൂർവം അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി. അല്പം കഴിഞ്ഞപ്പോഴല്ലേ അവളിങ്ങ് കേറി വന്നത്. അവള്
അച്ഛന്റെ കെയർ ഓഫിലേ വിളയുന്നതാ അനന്തേട്ടാ. എന്തായാലും ഞാന് അവളുടെ മുമ്പിൽ ഒന്ന് തോറ്റുപോയി അംബികെ. ആരുടെ മുന്നിലും ഇതുവരെ തോക്കാത്തവനാ ഈ അനന്തം പിള്ള. പണ്ട് ഈ പ്രതാപവർമ്മയുടെ മുമ്പിൽ ഞാനൊന്ന് തോറ്റതാ. ദാ ഇപ്പോ അവന്റെ മകളുടെ മുമ്പിൽ ഒന്ന് തോറ്റു. ഇതിന് ഞാൻ അവളോട് കണക്ക് ചോദിക്കണ്ടേ അംബികെ? അംബിക തന്നെ പറയ്. അനന്തേട്ടന്റെ വികാരം എനിക്ക് മനസ്സിലാവും. അതുകൊണ്ട് ഇതിനുള്ളൊരു മറുപടിയായിട്ടാ ഞാൻ വന്നത്. എന്താ അംബികെ? ഇതെനിക്കിവിടെ അനന്തേട്ടാ. അനന്തേട്ടനുണ്ടായ മാനക്കേടിന് ഞാൻ പകരം വീട്ടും. അവൾ അനന്തേട്ടന്റെ മാത്രം ശത്രുവല്ല, എന്റെയും ശത്രുവാ. അനന്തേട്ടന് വേണ്ടി അവളോട് ഞാൻ പ്രതികാരം വീട്ടിക്കോളാം. അത് വേണ്ട അംബികെ. എന്റെ പ്രതികാരം എന്റേതാണ് അംബികെ. ഈ കാര്യം ഞാൻ കൈകാര്യം ചെയ്തോളാം അനന്തേട്ടാ. എനിക്ക് അനന്തേട്ടന്റെ സപ്പോർട്ട് മാത്രം ഉണ്ടായാൽ മതി. അതെന്താ അംബികെ അങ്ങനെ പറയുന്നത്? അംബിക എന്ത് ചെയ്താലും അംബികയുടെ കൂടെ ഈ അനന്തം പിള്ള ഉണ്ടാകും, ഉറപ്പ്. അല്ലെങ്കിലും ഇനി അങ്ങോട്ടുള്ള നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഒരുമിച്ചല്ലേ ചെയ്യുന്നേ? യെസ്. ഇവിടെയെങ്കിലും എനിക്കൊന്ന് ജയിക്കണ്ടേ അനന്തേട്ടാ? ജയിക്കും അംബികെ, അംബിക ജയിക്കും. ഒപ്പം ഈ അനന്തം പിള്ളയും. മേ ഐ കം ഇൻ സർ? യെസ്, കം ഇൻ. അമ്മയോ? ഇതെന്താ ഒരു മുന്നറിയിപ്പില്ലാതെ? എനിക്ക് സർപ്രൈസ് തരാൻ വന്നതാണോ? അയ്യോ, സാറിന്റെ പെർമിഷൻ ഇല്ലാതെ ഇരുന്നത് തെറ്റാണോ? എന്താ അമ്മ ഇത്? അവിടെ ഇരിക്ക്. അമ്മ എന്തിനാ എന്നെ ഇങ്ങനെ കളിയാക്കുന്നേ? അല്ല, അമ്മ എവിടെയെങ്കിലും പോയിട്ട് വരുന്ന വഴിയാണോ? ഞാനേ ആ അനന്തം പിള്ളയെ ഒന്ന് കാണാൻ പോയതാ. ചില പ്ലാനുകളുണ്ട്, അതൊന്ന് വർക്കൗട്ട് ആക്കണം. അകലേ